ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഐക്യയിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൺലൈൻ ആപ്പിൽ നോക്കിയിട്ട് എന്തൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്രയും വലിയ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവുമല്ലോ, പിന്നെ എന്ത് വാങ്ങിക്കണം എല്ലാം മറന്നു. അപ്പോൾ ഞാൻ എത്ര എണ്ണം വാങ്ങിക്കണം, എന്ത് വാങ്ങിക്കണം എന്നൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി വാങ്ങിക്കാം. സ്കൂട്ടറിന് പോവായിരുന്നു, പക്ഷേ ഞാനൊരു പുറത്ത് പണി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒച്ചേനെ ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് സ്കൂട്ടറിന് പോകാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഒരു വലിയൊരു ക്യാബിനറ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്കൂട്ടറിന് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു തോന്നൽ, അറിയില്ല. അപ്പോൾ ഓട്ടോ വിളിച്ചാണ് പോണത്. ഐക്യയിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 1.5-2 മണിക്കൂറുണ്ട് ഐക്യയിലേക്ക്. അപ്പോൾ അതൊരു ലോങ് ജേർണി ആയിരുന്നു. കുറേ നേരം ഓട്ടോയിലിരുന്നിട്ടൊക്കെയാണ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഐക്യയിലെത്തി. ക്രിസ്മസ് കഴിഞ്ഞ പ്രാവശ്യവും ഐക്യയിൽ പോയത് ക്രിസ്മസ് ടൈം അല്ല അല്ലേ. ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് ചെന്നത്. ഒന്നും കൂടെ എടുക്കാം അല്ലേ. ഏതിലാണ് ഭംഗി നോക്കിയ മിനി ക്വസൻസ്. പോക്കറ്റ് കാലിയാക്കാനുള്ള ഓരോ. എന്താ നിന്റെ അടുത്തേക്കൊരു ചായ്വ്? നോ, ലാസ്റ്റ് ആണ് കോഫി ഡെസേർട്ടും. എല്ലാം അവളുടെ സൈഡിലേക്ക് വയ്ക്കുന്ന അവള്. ഓക്കെ, ഓ ശരിടാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ഇതാണ് മെയിൻ സാധനം. പിന്നെ ഇത് സന്തോഷം. ട്രൈ. തോലിയപ്പാടി രസമില്ലേ? ഞാനവിടെ നിന്ന് ട്രൈ ചെയ്ത ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ എരിവും പുളിയും നിർബന്ധമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ സ്മാഷ്ഡ് പൊട്ടാറ്റോവും മീറ്റ് ബോൾസും ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സക്ഷൻ ബാത്റൂമിലേക്ക് നമുക്ക് ഇന്നത്തെ സക്ഷൻ കപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇത് വിട്ടടക്കുകയാണല്ലോ. ഇവിടെ ഈ 2 ടൈപ്പാണോ നല്ലുള്ളത്? There is a bigger one. ഈ 2 ടൈപ്പ് ഇവിടെ ഉള്ളൂ. സ്ക്രബിംഗ് പാഡ് ആയിക്കല്ലേ. ദീസ് പ്ലാന്റ്സ് ലുക്ക് ശരിക്കും പ്ലാസ്റ്റിക്. ഇതെന്താ സ്റ്റൂളല്ലേ? സ്റ്റൂളിന് ഈ ഹാങ്ങർ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. കുഴപ്പമില്ല അല്ലേ? അല്ലെങ്കിൽ ക്യാബിനറ്റിലും ഫ്രിഡ്ജിലൊക്കെ വിരിക്കാൻ. ഇത് എത്ര കിലോൻ്റെയാ?
ബ്ലൂ തീമിലെ ക്രോക്കറീസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു നല്ല രസം. കിച്ചൺ ഗ്ലാസ് ജാസിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനത്തെ പ്ലേസ് മാറ്റ്സ് കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. എടുക്കാം. ഇതെന്താ? ഏപ്രിൽ അല്ലേ? എനിക്കും അറിയില്ല. ഇത് ടീ ടവൽ, ബ്രൊക്കളി. ഓ, കാസറോൾ. ഇത് കാണുമ്പില്ലേ, നീ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരു സീരീസ് കാണാൻ. മറ്റേ ഞങ്ങൾ ക്രിസ്മസ് ടൈമിലാണ് സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ക്രിസ്മസ് ഡെക്കോർസൊക്കെ ഉണ്ടായിരുന്നു. ബെഡ്റൂമിലേക്ക് വേണ്ടി ഇങ്ങനത്തെ ബാസ്ക്കറ്റ്സ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കണേന്, പക്ഷേ ഈ പെർട്ടിക്കുലർ വണ്ണ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഷ്യൻ്റെയും കേർട്ടൻ്റെ ഒക്കെ സെക്ഷനിലേക്കാണ് പോയത്. ഇതൊരു ഡിജിറ്റൽ സ്ക്രീനാണ്, ശരിക്കും വിൻഡോ പോലെ തന്നെ ഇല്ലേ. പിന്നെ നമ്മൾ കുഷ്യൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ ഈ ചെയറിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ കുഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ ഏരിയയിലെത്തി. ആർക്കെങ്കിലും ഈ ബെഡ്ഷീറ്റ് ഓർമ്മയുണ്ടോ? ഇങ്ങനത്തെ പ്രിൻസ് എനിക്ക് കുഴപ്പമില്ല. ഗൈസ്, ഈ ബെഡ്ഷീറ്റ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ക്യാമറയിൽ കാണുന്ന കളറേ അല്ല, വേറെ കളറാണ്. ഒരു ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡിമാർട്ടിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഈ കളറിലെ പില്ലോ കവറും കൂടി വേണമായിരുന്നു. അതൊന്ന് എന്താ പറയുക, ഫുൾ പ്രിൻ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ആ പില്ലോ കവറിന് വേണ്ടി ഞാൻ, പിന്നെ ഇത് സിംഗിളാണ്, ഇതിൻ്റെ ഡബിൾ 1690 ആണ്. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് വാങ്ങിക്കണില്ല. പില്ലോ കവർ മാത്രം ഇവരെ സൈറ്റിലുണ്ടോ എന്ന് നോക്കാം. ചാടി ഓടി ആരാണ് വരുന്നത്? അവിടെ നോക്ക്. പിന്നെ ബാത്റൂം വെയറിൻ്റെ സെക്ഷനിലാണ് നമ്മൾ പോയത്. ഒരുപാട് തരം സാധനങ്ങളുണ്ടായിരുന്നു. ഇതെൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റിലുള്ളൊരു ഐറ്റമാണ്. ബാത്റൂമിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഈവൻ ഷവർ പോലും അങ്ങനെ സക്ഷൻ ഉള്ള ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ആ വലിയ ഒരു ബാസ്ക്കറ്റ് പോലത്തെ സംഭവവും പിന്നെ സോപ്പ് വെക്കാനുള്ള ഈ ഒരു ടൈപ്പ് സാധനമാണ് വാങ്ങിയത്. പിന്നെ കാർപ്പറ്റിൻ്റെയും റഗ്ഗിൻ്റെ ഒക്കെ സെക്ഷനായിരുന്നു. അവിടെ കുറേ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഓ, ഇവർ കാണിച്ചേക്കണുണ്ടോ സക്ഷൻ്റെ ആ സാധനത്തിൽ ഇത് തൂക്കിട്ടു. ടാറ്റാ. മരത്തിൻ്റെ കളർ കാണുമ്പോൾ എനിക്കെന്തൊരു സന്തോഷം. ഐ ലവ് ഫ്ലൂട്ടഡ് ഗ്ലാസ്. ഈ ഒരു റാക്കാണിപ്പോൾ അടുക്കളയിൽ ഉള്ളിയും വെജിറ്റബിൾസൊക്കെ വെക്കാൻ ഉപയോഗിക്കണത്. ഇതെല്ലാം നമുക്ക് ബാത്റൂമിൽ വെക്കാൻ പറ്റിയ ക്യാബിനറ്റ്സ് ആണ്. പല ഷേപ്പ്, പല സൈസ്. അങ്ങനെ അല്ലായിരുന്നു. അത് അവിടെ ഇവിടെയും തെണ്ടി തിരിയാൻ പോകുന്ന പൂച്ചയാണ്. പക്ഷെ എൻ്റെ പട്ടി എൻ്റെ കൂടെ താമസിക്കുന്നത്. പക്ഷെ പട്ടി ഈ ഒരു കാർപ്പറ്റ് നമ്മൾ എന്തോ ഓഫർ വന്നപ്പോൾ മുമ്പ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ വീട്ടിലുണ്ട്. പിന്നെ കാർപ്പറ്റിൻ്റെ സെലക്ഷൻസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ പോയത് ഫുൾ ഇങ്ങനെ ഓർഗനൈസിങ് ചെയ്യണ സ്ഥലത്താണ്. ഇവിടെ എനിക്ക് ഷെൽഫ് ഡിവൈഡർ നോക്കാനുണ്ടായിരുന്നു. അത് കിട്ടി, നമുക്കത് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഇതാണ്, ഏരിയയാണ്. നമുക്കെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ, ഇതിങ്ങനെ ബുക്സും ഫയലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങൾ. പക്ഷേ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ സാധനങ്ങൾ. പക്ഷേ ഞാൻ വാങ്ങിയത് ഒഴികെ, അത് ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം.
പിന്നെ ബാസ്ക്കറ്റ്സിൻ്റെ സെക്ഷനിൽ പോയി. ഇതെനിക്ക് ഇങ്ങനെ നാച്ചുറൽ മെറ്റീരിയൽ കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനൊരു പ്രത്യേക ഇഷ്ടമാണ്. പല ടൈപ്പ് ഉണ്ടായിരുന്നു, നല്ലതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ കുറച്ച് പ്രൈസ് ഉള്ള ഇതാണ്. അതായത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കുറച്ച് വിലക്കുറവിൽ കിട്ടുമായിരിക്കും. പിന്നെ ഈ ബാസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ പറ്റില്ലെങ്കിലും എനിക്കിങ്ങനെ ഒരു കുറേ ഐഡിയ വന്നു. ഞാൻ വേണമെങ്കിൽ പിക്ക് ഇവിടെ കൊടുക്കാം. നമ്മൾ എൻട്രി വേയിലൊക്കെ ഇങ്ങനെ ഒരു പ്ലാന്റ് എന്തെങ്കിലും അതിൽ നിന്ന് വന്നാൽ, ഒരു ഫ്ലവറുള്ള പ്ലാന്റ് ആണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അങ്ങനെയൊക്കെ നല്ല രസമുള്ളൊരു സംഭവമാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് വാങ്ങിയാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പോയത് ലൈറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഓ തൊട്ടൊക്കെ ഏത് IKEA ലൈറ്റിങ്ങിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. അതിലെല്ലാം ഒന്നും എൻ്റെ ഒരു ടേസ്റ്റ് അല്ല. പക്ഷേ എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള ലാമ്പൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഈ ബ്രാസ് കാലുള്ള ഫ്ലോർ ലാമ്പ് എൻ്റെ കാല് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഈ വുഡൻ ഒറ്റ ഇതിലുള്ളതിൻ്റെയും ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു സെക്ഷനാണ്. ഇത് ഏത് സെക്ഷനാ? ഇത് ഏതാ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെക്ഷനായിരുന്നേ. ഗ്ലാസ് വാഷൊക്കെ ഉള്ള കുറേ നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അതും ഞാൻ ഹോൾ വീഡിയോയിൽ കാണിക്കാം. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എനിക്ക് വാങ്ങിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണ് ഓരോന്നിലേക്ക് പോകുന്നു. അയ്യോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മിറർ ഞാൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ സൈസ് ചെറുതായതുകൊണ്ട് വാങ്ങിയില്ല. കുറച്ചും കൂടി വലുപ്പമുള്ളതാണ് എനിക്ക് വേണ്ടത്. ഞങ്ങൾ പോയ ദിവസം മാളുവിനും കോൾഡായിരുന്നു. അപ്പോൾ ആൾക്ക് നല്ല മതിയായി. പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്ലാന്റ്സിൻ്റെ സെക്ഷനിൽ കുറേ വാട്ടറിങ് ക്യാനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഓഫ് വൈറ്റ് വാട്ടറിങ് ക്യാൻ കുറേ പേരുടെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ സ്പ്രേ ബോട്ടിൽ കുറച്ച് പ്ലാന്റ്സും പിന്നെ ചിലപ്പോൾ ഫെർട്ടിലൈസറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇത് എപ്പോഴെങ്കിലും വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലത്തെ സെക്ഷനിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഫേർണിച്ചറൊക്കെ ഫുൾ സെറ്റ് ചെയ്തിട്ട് പല പല ടൈപ്പ് ലിവിങ് റൂം, ബെഡ്റൂം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് IKEA കാണാൻ എല്ലാവരും പോകണമെന്നുള്ള ഒരു റീസൺ. അങ്ങനെ ഒരുപാട് അതായത് ഓരോ സെറ്റിങ്ങും അവിടെയുള്ള ഓരോ എല്ലാ പ്രോഡക്റ്റ്സും വിൽക്കാനുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കാണുമ്പോഴാണല്ലോ ശരിക്കും അതിൻ്റെ ഭംഗി അറിയുക. ഫുൾ സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കിച്ചണാണ് ഇപ്പോൾ നമ്മൾ നോക്കണ ഏരിയ. ഇത് അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓടിയാണ് നോക്കിയത്. പക്ഷേ നല്ല ഭംഗിയുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് ബെഡിൻ്റെ ഏരിയയാണ്. കിഡ്സ് ബെഡും അല്ലാത്തതും പല ടൈപ്പ് കുറേ ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. ബെഡ് ഞാൻ ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ ഇത്രയും ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കണ്ടപ്പോൾ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞ സോഫ്റ്റ് ടോയ്സിൻ്റെ സ്ഥലമുള്ള ഈ ആന ആദമോനുണ്ട്. നമ്മൾ കണ്ടുവച്ച ഫർണിച്ചറൊക്കെ പാക്കേജ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുക. പക്ഷെ ഞാൻ നോക്കിയ ക്യാബിനറ്റിൻ്റെ ഉണ്ടായിരുന്നില്ല അവിടെ സ്റ്റോക്ക്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും ബില്ലടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി ആയിട്ടുണ്ടായിരുന്നല്ല. പിന്നെ അവിടെ നിന്ന് ഓട്ടോക്കെ വിളിച്ച് 10 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഹോൾ വീഡിയോ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ടാറ്റ ബൈ.